प्रभु से मिला है जीवन, प्रभु को कर दे अर्पण। प्रभु से मिला है जीवन, प्रभु को कर दे अर्पण। सबका भला हम करते चले, सबका भला हम करते चले, हर्षित हो धरा गगन। बस उसका कहना माने, फिर सब कुछ वो ही जाने। बस उसका कहना माने, फिर सब कुछ वो ही जाने। प्रभु से मिला है जीवन, प्रभु को कर दे अर्पण। जहाँ जहाँ
वो ही जाने। ഓം ശാന്തി. ഇന്ന് നവംബർ 2, 2020 ബാവപ്പറയാണ്. മീഠേ ബച്ചേ, മധുരമായ സന്താനങ്ങളെ, യഹാ പുരുഷോത്തം സംഗം യുഗ ഹേ. ഇപ്പോൾ പുരുഷോത്തമ സംഗം യുഗമാണ് നടക്കുന്നത്. പുരാനി ദുനിയ ബദൽ അബ് നയി ബൻ റഹി ഹേ. പഴയ ലോകം മാറി ഇപ്പം പുതിയ ലോകം ആവുകയാണ്. തുമേ അബ് പുരുഷാർത്ഥ് കർ ഉത്തം ദേവ് പദ് പാന ഹേ. നിങ്ങളിപ്പോൾ പുരുഷാർത്ഥം ചെയ്ത് ഉയർന്ന് ദേവി ദേവത പദവി നേടണം. ബാബ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, സർവീസിബിൾ ബച്ചോ की ബുദ്ധി में कौन सी बात सदैव याद रहती है. സർവീസിബിളായ കുട്ടികളുടെ ബുദ്ധിയിൽ ഏതൊരു കാര്യം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഏതൊരു സ്മൃതി ഉണ്ടായിരിക്കും. ബാബ പറയാണ്, उन्हें याद रहता है कि धन दिए धन न खूटे, इसलिए वह रात दिन नींद का भी त्याग कर ज्ञान दान करते रहते हैं, थकते नहीं हैं.
സർവീസബിളായ കുട്ടികൾക്ക് സദാ ഓർമ്മ ഉണ്ടായിരിക്കും, ജ്ഞാനധനം എത്രമാത്രമാണ് നമ്മൾ ദാനം ചെയ്യുന്നത് അത് അത്രമാത്രം വർദ്ധിക്കും. അതുകൊണ്ട് ബാപ്പരാണ് അങ്ങനത്തെ സർവീസബിൾ ആയിട്ടുള്ള കുട്ടികൾ രാത്രി പകൽ അവർ സേവനം ചെയ്തുകൊണ്ടിരിക്കും. ഉറക്കത്തെ പോലും ത്യജിച്ച് സേവനം ചെയ്യും, ക്ഷീണിക്കത്തില്ല. लेकिन अगर खुद में कोई अवगुण होगा तो सर्विस करने का भी उमंग नहीं आ सकता. പക്ഷേ ഉള്ളിൽ അവഗുണങ്ങൾ ഉണ്ടെങ്കിൽ സേവനം ചെയ്യാനുള്ള ഉത്സാഹം ഉണ്ടാവത്തില്ല. ബാബ് പറയാണ് ഓം ശാന്തി. मीठे मीठे रूहानी बच्चों प्रति बाप बैठ समझाते हैं. മധുരമായ ആത്മീയ കുട്ടികൾക്ക് ബാബ അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞു തരികയാണ്. ബच्चे जानते हैं परम पिता रोज़ रोज़ समझाते हैं. കുട്ടികൾക്ക് അറിയാം പരംപിത പരമാത്മ എല്ലാ ദിവസവും നമുക്ക് വന്ന് പഠിപ്പിച്ച് തരാറുണ്ട്. ജैसे रोज़ रोज़ ടീച്ചർ പഠാത്തെ ഹെ, എങ്ങനെ ടീച്ചർ എല്ലാ ദിവസവും പഠിപ്പിക്കാറുണ്ടല്ലോ അതുപോലെ തന്നെ. बाप सिर्फ शिक्षा देंगे, संभालते रहेंगे, क्योंकि बाप के तो घर में ही बच्चे रहते हैं, माँ बाप साथ रहते हैं. ലോകത്തിൽ അച്ഛനാണെങ്കിൽ അച്ഛൻ അങ്ങനെ പഠിപ്പിക്കാറില്ല, കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്, പിന്നെ കുട്ടികളുടെ പാലന ചെയ്യാറുണ്ട്. അച്ഛനമ്മയുടെ കൂടെയാണ് കുട്ടികൾ താമസിക്കുന്നത്. പക്ഷേ ടീച്ചർ എല്ലാ ദിവസവും പഠിപ്പിച്ച് തരാറുണ്ട്. യഹ വണ്ടർഫുൾ ബാത്ത് ഹെ, ഇവിടെയാണെങ്കിൽ വണ്ടർഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് ഇവിടെ അച്ഛനായിട്ടും ബാബ നമുക്ക് പാലന തരുന്നുണ്ട്, എന്നാൽ എല്ലാ ദിവസവും ടീച്ചറായിട്ട് നമുക്ക് പഠിപ്പിച്ച് തരാറുണ്ട്. रूहानी बाप के पास तुम रहते हो. एक तो रूहानी बाप के पास मूल वतन में रहते हो, फिर कल्प में एक ही बार बाबा आते हैं. ബാബ പറയാണ് ഇപ്പം ആത്മ അച്ഛൻ്റെ കൂടെയാണ് കുട്ടികൾ ഇരിക്കുന്നത്. ആദ്യം ശാന്തിധാമിലാണെങ്കിൽ എല്ലാ ആത്മാക്കൾ പരംപിത പരമാത്മാ ശിവ ബാബയുടെ കൂടെ ആത്മീയ അച്ഛൻ്റെ കൂടെയാണ് അവിടെ താമസിക്കുന്നത്. പിന്നെ ഒന്നൊന്നായിട്ട് ഓരോരോ ആത്മാക്കൾ അവരുടെ പാട്ടനുസരിച്ച് ഈ സൃഷ്ടിയിൽ വരുന്നു. ബാബ പറയാണ് എല്ലാം കൽപ്പം സംഗമയുഗത്തിൽ ബാബയും ഈ സാകാർ സൃഷ്ടിയിൽ വരാറുണ്ട്. ബच्चों को वर्षा देने व पावन बनाने, സുഖ് വ ശാന്തി देने. അപ്പം ബാബ എന്തിനു വേണ്ടിയാണ് വരുന്നത്, അല്ലെങ്കിൽ ബാബയുടെ പാട്ട് എന്താണ്, ബാബ വന്നിട്ട് നമ്മൾ കുട്ടികൾക്ക് സ്വർഗത്തിൻ്റെ ആസ്തിയാണ് തരുന്നത്, നമുക്കും സുഖവും ശാന്തിയാണ് തരുന്നത്. तो ज़रूर नीचे आकर रहते होंगे, इसमें ही मनुष्यों का मुंझारा है. അപ്പം ബാബ പറയാണ് അങ്ങനെ കുട്ടികൾക്ക് ആസ്തി തരണമെങ്കിൽ അല്ലെങ്കിൽ ജ്ഞാനം പറഞ്ഞു തരണമെങ്കിൽ ആദ്യം ബാബ ഈ സാകാര സൃഷ്ടിയിൽ വരണം. അപ്പം എങ്ങനെയാണ് ഭഗവാൻ ഈ സാകാര സൃഷ്ടിയിൽ വരുന്നത് അല്ലെങ്കിൽ അവതരിക്കുന്നത്, അതിനെക്കുറിച്ചാണ് മനുഷ്യർക്ക് ആശയം കുഴപ്പം. ഗായൻ ബി ഹെ സാധാരണ തന്മേ പ്രവേശ് കർത്തെ ഹെ, അങ്ങനെ പാടാറുമുണ്ട്. ഭഗവാൻ സാധാരണ വേഷത്തിലാണ് വരുന്നത് അല്ലെങ്കിൽ സാധാരണ ശരീരത്തിലാണ് പ്രവേശിക്കുന്നത്. अब साधारण तन कहाँ से उड़कर तो नहीं आता, ज़रूर मनुष्य के तन में ही आते हैं, सो भी बताते हैं मैं इस तन में प्रवेश करता हूँ. ഇപ്പം ആ സാധാരണ ശരീരം ബാബയ്ക്ക് എവിടെ നിന്ന് കിട്ടും, മുകളിൽ നിന്ന് അങ്ങനെ കിട്ടത്തില്ലല്ലോ. അതിനുവേണ്ടി തീർച്ചയായും ബാബ ഈ സാകാര സൃഷ്ടിയിൽ വരേണ്ടി വരുന്നു. ബാബ അതും നമുക്ക് പറഞ്ഞു തരാറുണ്ട്, എങ്ങനെയാണ് ശിവ് ബാബ ബ്രഹ്മ ബാബയുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. तुम बच्चे भी अब समझते हो बाप हमको स्वर्ग का वर्षा देने आए हैं, ज़रूर हम लायक नहीं है पतित बन गए हैं, तब कहते भी है पतित पावन आओ. ഇപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട് ദാറ്റ് ബാബ നമ്മളെ സ്വർഗത്തിൻ്റെ അധികാരിയാണ് ആക്കുന്നത്. ബാബ പറയാൻ നേരത്തെ നമുക്കും അറിയായിരുന്നു ദാറ്റ് ഇപ്പോൾ നമുക്ക് സ്വർഗത്തിൽ പോകാനുള്ള യോഗ്യത ഇല്ല അല്ലെങ്കിൽ പതിതാണ്. അതുകൊണ്ടാണ് ഭക്തിമാർഗത്തിൽ ബാബ അത്രമാത്രം വിളിക്കുന്നത്, പതിത് പാവന വരൂ, ഞങ്ങളെ പാവനമാക്കൂ. ബാബ് कहते हैं मुझे कल्प कल्प पतितों को पावन करने की ड्यूटी मिली है. ബാബ പറയാണ് എനിക്ക് എല്ലാം കൽപ്പം ഒരു ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ബാബയുടെ കർത്തവ്യം ഡ്യൂട്ടി എന്താണ്, എല്ലാം കൽപ്പം സംഗമയുഗത്തിൽ വന്ന് കുട്ടികളെ പാവനമാക്കുക. हे बच्चों अब इस पतित दुनिया को पावन बनाना है, पुरानी दुनिया को पतित नई दुनिया को पावन कहेंगे. ബാബ പറയാണ് ഹേ കുട്ടികളെ ഇപ്പോൾ ഈ പതിതമായിട്ടുള്ള ലോകത്തെ പാവനമാക്കണം. അപ്പം ആദ്യം നമ്മൾ പാവനമാവണം, പിന്നെ ബാബയുടെ കർത്തവ്യത്തിൽ നമ്മളും സഹയോഗിയാവണം. പഴയ ലോകത്തെയാണ് പതിത ലോകം എന്ന് വിളിക്കുന്നത്, പുതിയ ലോകത്തെ പാവനമായിട്ടുള്ള ലോകമാണ് പറയുന്നത്. गोया पुरानी दुनिया को नया बनाने बाप आए हैं, कलयुग को तो कोई भी नई दुनिया नहीं कहेंगे, यहाँ तो समझ की बात है ना, कलयुग है पुरानी दुनिया. അപ്പം ബാബ വന്നിട്ട്
ഈ പഴയ ലോകത്തെയാണ് പുതിയ ലോകമായി മാറ്റുന്നത്. കലിയുഗത്തെ ആർക്കും പുതിയ ലോകമെന്ന് വിളിക്കാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ സ്വർഗം എന്ന് വിളിക്കാൻ സാധിക്കത്തില്ല. അത് മനസ്സിലാക്കാൻ പറ്റും. ബാബ് ഭി ആയെങ്കിൽ ജറൂർ പുരാനെ ഓർ നയക്ക് സംഗം പർ. അപ്പം തീർച്ചയായും ബാബ എപ്പോഴാണ് വരുന്നത്, അല്ലെങ്കിൽ ആത്മീയ അച്ഛൻ എപ്പോഴാണ് വരുന്നത്? പഴയ ലോകവും പുതിയ ലോകത്തിൻ്റെ സംഗമം ആ സമയത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്കുള്ള ആ സമയത്ത്. जब कहाँ भी तुम यह समझाते हो तो बोलो यह पुरुषोत्तम संगम युग है, बाप आया हुआ है. सारी दुनिया में ऐसा कोई मनुष्य नहीं जिसको यह पता हो कि यह पुरुषोत्तम संगम युग है. ബാബ പറയാണ്, നമ്മൾ ആർക്കെങ്കിലും ജ്ഞാനം പറഞ്ഞ് കൊടുക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ സമയത്തിൻ്റെ മഹത്വവും പറഞ്ഞു കൊടുക്കണം. ബാബ പറയാണ്, അവർക്ക് പറഞ്ഞു കൊടുക്കണം, ഇപ്പം പുരുഷോത്തമ സംഗം യുഗമാണ്. ഈ സംഗം യുഗത്തിലാണ് ബാബ വരുന്നത്, അല്ലെങ്കിൽ ഭഗവാൻ അവതരിക്കുന്നത്. सारी दुनिया में ऐसा कोई मनुष्य नहीं जिसको यहाँ पता हो कि यह पुरुषोत्तम संगम युग है. അപ്പം പുരുഷോത്തമ സംഗം യുഗത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇപ്പം നടക്കുന്ന സമയത്തിനെ കുറിച്ച് ഈ ലോകത്തിൽ ആർക്കും അറിയത്തില്ല. ज़रूर तुम संगम युग पर हो तब तो समझाते हो, मुख्य बात ही है संगम युग की. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഈ ജ്ഞാനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നത്? ബിക്കോസ് ഇപ്പം നമ്മൾ സംഗമയുഗത്തിലാണ്, നമ്മളിപ്പം ബാബയായിട്ട് കൂടി മിലനം ആഘോഷിക്കുകയാണ്. तो पॉइंट्स भी बहुत ज़रूरी है, जो बात कोई नहीं जानते वह समझानी पड़े, इसलिए बाबा ने कहा था यह ज़रूर लिखना. അപ്പം ബാബ പറയാണ്, ഈ എല്ലാ കാര്യങ്ങളും ഇപ്പം ബാബ നമുക്ക് പറഞ്ഞു തരുന്ന ഈ പോയിൻറ്റ്സ് മുഖ്യമായിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. ഇങ്ങനെ സംഗമയുഗത്തിനെ കുറിച്ച് ആർക്കും അറിയത്തില്ല, അപ്പോൾ അത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഈ എല്ലാം പോയിൻറ്റ്സ് നോട്ടീസിലാണെങ്കിൽ പോലും എഴുതണം. नई जो बात कोई नहीं जानते वह समझानी पड़े. नए युग अर्थात सतयुग के चित्र भी है. मनुष्य कैसे समझे कि यह लक्ष्मी नारायण सतयुगी नई दुनिया के मालिक है? उनके ऊपर अक्षर ज़रूर चाहिए, പുരുഷോത്തം സംഗം യുഗ്. അപ്പം ബാബ പറയാണ്, പുതിയ ലോകം അല്ലെങ്കിൽ സത്യുഗം അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ ചിത്രവും ഉണ്ട്. ഭക്തിമാർഗത്തിലും വൈകുണ്ഠം അങ്ങനെ കാണിക്കാറുണ്ട്, അതിൻ്റെ ചിത്രം വരയ്ക്കാറുണ്ട്. ഇപ്പോൾ ലക്ഷ്മി നാരായൺ സത്യുഗത്തിൻ്റെ അധികാരികളായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും പുതിയ ലോകം എങ്ങനെ വരും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പഴയ ലോകം മാറി പുതിയ ലോകമാവുന്നത്? അപ്പം ബാബ പറയാം, അതുകൊണ്ട് സംഗം യുഗത്തിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം. യാ ജറൂർ ലിഖ്ന ഹൈ ക്യോക്കി യഹി മുഖ്യ ബാത് ഹൈ. അപ്പം ബാബ പറയാണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. പുരുഷോത്തമ സംഗം യുഗത്തിൻ്റെ ആ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനുഷ്യ സമജ്തേ ഹൈ കലിയുഗ് മേ അഭി ബഹുത് വർഷ പടേ ഹൈ. ഈ ലോകത്തിൽ എല്ലാവരും എന്താണ് വിചാരിക്കുന്നത്? ഇപ്പം കലിയുഗം ഇനി കുറേ നാൾ കൂടിയുണ്ട്, 40,000 ഇയേഴ്സാണ്, അങ്ങനെയാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ കലിയുഗം അതിൻ്റെ ബിഗിനിങ് സ്റ്റേജിലാണ്, അങ്ങനെയാണ് വിചാരിക്കുന്നത്. ബിൽക്കുൽ ഹി ഘോർ അന്ധ്യാരെ മേ ഹെ तो समझाना पड़े नई दुनिया के मालिक यह लक्ष्मी नारायण है, यह पुरानी निशानी है. അപ്പം ബാബ പറയുന്നത് അത്രമാത്രം അജ്ഞാന അന്ധകാരത്തിലാണ് എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം, ദാറ്റ് ഇപ്പം സംഗംയുഗമാണ് നടക്കുന്നത്, പഴയ ലോകം സമാപ്തമാവുകയാണ്, പുതിയ ലോകം വരാൻ പോവാണ്. ഭഗവാൻ വന്ന് അല്ലെങ്കിൽ ആത്മീയ അച്ഛൻ വന്ന് പുതിയ ലോകം സ്ഥാപന ചെയ്യാണ്. ആ പുതിയ ലോകത്തിൽ ലക്ഷ്മി നാരായണനാണ് അധികാരികൾ. यह है पूरी निशानी. तुम कहते हो यह राज्य की स्थापना हो रही है. गीत भी है, नवयुग आया अज्ञान नींद से जागो. അപ്പം ബാബ പറയാം, അങ്ങനെ ഒരു ഗീതവും ഉണ്ട്, നവയുഗം വന്നു അജ്ഞാന നിദ്രയിൽ നിന്ന് ഉണരൂ. तुम जानते हो अब संगम युग है, इनको नवयुग नहीं कहेंगे. പക്ഷെ ഇപ്പം നടക്കുന്ന സമയം നവയുഗമല്ല, അല്ലെങ്കിൽ പുതിയ ലോകമല്ല, ഇപ്പം സംഗംയുഗമാണ്. संगम को संगम युग ही कहा जाता है. यह है पुरुषोत्तम संगम युग, जबकि पुरानी दुनिया खत्म हो और नई दुनिया स्थापना हो रही है. मनुष्य से देवता बन रहे हैं, राजयोग सीख रहे हैं. അപ്പോൾ ഈ സംഗംയുഗത്തിനെ പുരുഷോത്തമ സംഗം യുഗം അങ്ങനെ വിളിക്കാറുണ്ട്. ബിക്കോസ് ഇപ്പം പഴയ ലോകം സമാപ്തമായി പുതിയ ലോകം സ്ഥാപന ചെയ്യാണ് ബാബ. ഭഗവാൻ ഇപ്പോൾ ഈ സമയത്താണ് അവതരിക്കുന്നത്. ഇപ്പം ബാബ പറയാണ്, മനുഷ്യർ രാജയോഗ പഠിച്ച് देवी देवता आहुआन. जबकि पुरानी दुनिया ख़त्म हो नई दुनिया स्थापन हो रही है. देवताओं में भी उत्तम पद है इन लक्ष्मी नारायण का. ദേവി ദേവതമാരിലും ഏറ്റവും ഉയർന്ന പദവിയാണ് ലക്ഷ്മി നാരായണൻ്റെ, ബിക്കോസ് അവരാണ് ദേവി ദേവതമാരുടെ രാജാറാണി. യഹാ ബി ഹെ തോ മനുഷ്യ,
इनमें देवी गुण है, इसलिए देवी देवता कहा जाता है. അവരും മനുഷ്യർ തന്നെയാണ്, അവർക്കും ശരീരമുണ്ട്, അവരും ദേഹധാരിയാണ്. പക്ഷെ വ്യത്യാസം എന്താണ്? അവർക്ക് ദേവി ഗുണങ്ങളുണ്ട്. सबसे उत्तम गुण है पवित्रता का, तब तो मनुष्य देवताओं के आगे जाकर माथा टेकते हैं. ബാബ പറയാം ഏറ്റവും ഉത്തമമായിട്ടുള്ള ഗുണം ഏതാണ്? പവിത്രത. ദേവി ദേവതമാർ സമ്പൂർണ്ണ നിർവികാരിയാണ്, സമ്പൂർണ്ണ പവിത്രമാണ്. അതുകൊണ്ടാണ് മനുഷ്യർ അവരുടെ മുമ്പിൽ നമസ്കരിക്കുന്നത്. यह सब पॉइंट्स बुद्धि में धारण होगी उनको जो सर्विस करते रहते हैं. അപ്പം ആരാണ് സേവനം ചെയ്യുന്നത്, അല്ലെങ്കിൽ ജ്ഞാനം മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നത്? അവരുടെ ബുദ്ധിയിൽ ഈ എല്ലാം പോയിന്റ്സ് ഉണ്ടായിരിക്കും. കഹാ ജാത്ത ഹെ ധൻ ദിയേ ധൻ ന കൂട്ടെ. അങ്ങനെ പറയാറുണ്ട്, ജ്ഞാനധനം എത്രമാത്രമാണ് നമ്മൾ ദാനം ചെയ്യുന്നത് അത് അത്രമാത്രം വർദ്ധിക്കും. बहुत समझानी मिलती रहती है, नॉलेज तो बहुत सहज है, परंतु कोई में धारणा अच्छी होती है, कोई में नहीं. ബാബ പറയാണ്, ബാബ എല്ലാ ദിവസവും കുട്ടികൾക്ക് പഠിപ്പിച്ച് തരാറുണ്ട്, മനസ്സിലാക്കി തരാറുണ്ട്, ഒത്തിരി പോയിന്റ്സ് പറഞ്ഞു തരാറുണ്ട്. നോളജ് വളരെ സഹജമാണ് മനസ്സിലാക്കാൻ. പക്ഷേ ചിലരത് നല്ല രീതിയിൽ ധാരണ ചെയ്യുന്നു, ചിലർക്ക് അത് അത്ര ധാരണ ചെയ്യാൻ സാധിക്കുന്നില്ല. तो जिनमें अवगुण है वह तो സെൻറ്റർ സംഭാൽ ഭി नहीं सकते. പിന്നെ ബാബ പറയാണ്, ഉള്ളിൽ അവഗുണങ്ങൾ ഉണ്ടെങ്കിൽ സെൻറ്റർ സംരക്ഷിക്കാൻ പോലും പറ്റത്തില്ല. तो बाप बच्चों को समझाते हैं, प्रदर्शनी में भी सीधे सीधे अक्षर देने चाहिए, പുരുഷോത്തം സംഗംയുക്തോ മുഖ്യ സംജാന ചെയ്യും. അതുകൊണ്ട് ബാബ പറയാണ്, ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുരുഷോത്തമ സംഗംയുഗം അത് ചിത്രപ്രദർശനയിലും സ്റ്റോൾസിലൊക്കെ എഴുതി വെക്കാം. അപ്പോൾ ആ വാക്ക് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ക്യൂരിയോസിറ്റി ഉണ്ടാവും. ബിക്കോസ് ഇതുവരെയ്ക്ക് ആരും അത് കേട്ടിട്ടില്ല, സംഗമയുഗത്തിനെ കുറിച്ച് ആർക്കും അത്ര അറിവില്ല. അപ്പം ബാബ പറയാൻ ആ പോയിന്റിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. इस संगम पर आदि सनातन देवी देवता धर्म की स्थापना हो रही है. जब यह धर्म था तो और कोई धर्म नहीं था. അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം, ഈ സംഗം യുഗത്തിലാണ് ആദി സനാതൻ ദേവി ദേവത ധർമ്മത്തിൻ്റെ സ്ഥാപന നടക്കുന്നത്. അതും ആരാണ് സ്ഥാപന ചെയ്യുന്നത്? സ്വയം പരംപിത പരമാത്മ. സത്യയുഗത്തിലാണെങ്കിൽ ആദി സനാതൻ ദേവി ദേവത ധർമ്മമായിരുന്നു. ആ സമയത്ത് വേറെ ധർമ്മങ്ങളൊന്നും ഇല്ലായിരുന്നു. यहाँ जो महाभारत लड़ाई है उनकी भी ड्रामा में नूंद है, यहाँ भी अभी निकले हैं, आगे थोड़े ही थे, 100 वर्ष के अंदर सब खलास हो जाते हैं. ബാബ പറയാണ്, അങ്ങനെ മഹാഭാരത യുദ്ധത്തിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ, അതിപ്പോഴാണ് നടക്കാൻ പോകുന്നത്. ഈ 100 വർഷത്തിൻ്റെ ഉള്ളിൽ എല്ലാം സമാപ്തമാവും. संगम युग को कम से कम 100 वर्ष तो चाहिए, सारी नई दुनिया बननी है. न्यू दिल्ली बनाने में कितना वर्ष लगा? അപ്പം സംഗമയുഗം പറയുമ്പോൾ പഴയ ലോകം സമാപ്തമാവുകയാണ്, പുതിയ ലോകത്തിൻ്റെ സ്ഥാപന നടക്കുകയാണ്. അപ്പം പുതിയ ലോകത്തിന് സ്ഥാപന നടക്കുമ്പോൾ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 100 വർഷമെങ്കിലും എടുക്കുമല്ലോ. ബാബ എക്സാമ്പിൾ തരികയാണ്. ന്യൂ ഡൽഹി തന്നെ ഉണ്ടാക്കാൻ, മീൻസ് പഴയ ഡൽഹി ആയിരുന്നു, അതിന് നന്നായിട്ട് പുതുക്കാൻ വേണ്ടി കുറേ സമയം എടുത്തു, കുറേ വർഷങ്ങളെടുത്തു. അപ്പോൾ ഈ ഫുൾ ലോകം തന്നെ പുതുക്കാൻ വേണ്ടി എത്ര വർഷം എടുക്കും? അറ്റ്ലീസ്റ്റ് ഒരു 100 വർഷം എടുക്കും. तुम समझते हो भारत में ही नई दुनिया होती है, फिर पुरानी खलास हो जाएगी, कुछ तो रहती है ना, प्रलय तो होती नहीं. यह सब बातें बुद्धि में है. നമുക്കറിയാം, പുതിയ ലോകത്തിൽ അല്ലെങ്കിൽ സത്യയുഗത്തിൽ ഭാരതത്തിൽ മാത്രമാണ് രാജ്യഭരണം അല്ലെങ്കിൽ ആൾതാമസം, വേറെ രാജ്യമൊന്നുമില്ല. പക്ഷെ പ്രളയം വരുമ്പോൾ എല്ലാം ഒന്നും, ഭൂമി എല്ലാം ഒന്നും വെള്ളത്തിൻ്റെ താഴെ പോകത്തില്ല. ചില സ്ഥലങ്ങളുണ്ടാവും, ഭൂമി ഉണ്ടാവും, പക്ഷെ അവിടെ ആൾതാമസം കാണത്തില്ല. यहाँ भी अभी है संगम युग. नई दुनिया में ज़रूर यहाँ देवी देवता थे, फिर यही होंगे. यहाँ है राजयोग की पढ़ाई. ഇപ്പം സംഗമയുഗമാണ്. സത്യയുഗത്തിലാണെങ്കിൽ ദേവി ദേവതമാരുണ്ടായിരുന്നു. ഇപ്പോൾ അവർ സംഗമയുഗത്തിൽ രാജയോഗ അല്ലെങ്കിൽ ഈ പഠിത്തം പഠിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇനിയിപ്പം സത്യയുഗത്തിൽ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. अगर कोई डिटेल में नहीं समझा सकते हैं तो सिर्फ एक बात बोलो. പിന്നെ ബാബ പറയാണ്, ഇനിയിപ്പം ചിലർക്ക് ഡീറ്റെയിലിൽ അല്ലെങ്കിൽ വിസ്താരത്തിൽ ജ്ഞാനം പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒരേ ഒരു കാര്യം പറയൂ. പരംപിത പരമാത്മ ജോ സബ്കാ ബാപ്പ് ഹെ ഉनको तो सब याद करते हैं. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാം, ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. പരംപിത പരമാത്മ, ആ ഭഗവാനെ എല്ലാവരും ഓർക്കാറുണ്ടല്ലോ. वह हम सब बच्चों को कहते हैं, तुम पतित
ബൻ പടേ ഹോ. അപ്പോൾ പരംപിത പരമാത്മ അല്ലെങ്കിൽ ആ ഭഗവാനാണ് ഇപ്പം ഞങ്ങൾ കുട്ടികളോട് പറയുന്നത്, ദറ്റ് കുട്ടികളെ ഇപ്പം നിങ്ങളെല്ലാവരും പതിതമായിരിക്കുകയാണ്. പുകാർത്തെ ബി ഹേ പതിത് പാവനാവും. അങ്ങനെയാണ് ഭഗവാനെ വിളിക്കുന്നത്, പതിത് പാവന വരൂ. ബരോബർ കലിയുഗ് മേ ഹേ പതിത്, സത്യുഗ് മേ പാവൻ ഹോത്തെ ഹേ. തീർച്ചയായും കലിയുഗത്തിൽ എല്ലാവരും പതിതരാണ്, സത്യുഗത്തിൽ സ്വർഗത്തിൽ എല്ലാവരും പാവനമാണ്. अब परमपिता परमात्मा कहते हैं देह सहित यहाँ पतित संबंध छोड़ മാമേക്കം യാദ് കറോ തോ പാവൻ ബൻ ജായെങ്കെ. അപ്പോൾ ആ പരംപിത പരമാത്മ പറയാണ് ദേഹസഹിതം, ദേഹത്തിൻ്റെ എല്ലാം പതിത സംബന്ധങ്ങളെല്ലാം മറന്ന് ഒരേ ഒരു ബാബനെ ഓർക്കും, അല്ലെങ്കിൽ ഒരേ ഒരു പരമാത്മാനെ ഓർക്കും. അപ്പോൾ ആ ഒരു മെസ്സേജ് കൊടുത്താൽ മതി. ഡീറ്റെയിലിൽ ജ്ഞാനമെല്ലാം ചക്രത്തിൻ്റെ രഹസ്യം ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ജസ്റ്റ് ഈ ഒരു കാര്യം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ഒരേ ഒരു പരമാത്മാനെ ഓർക്കും. ഞാൻ ഗീത കെ ഹി അക്ഷർ ഹേ ഭി ഗീത കാ യുഗ്. അപ്പോൾ ഈ വാക്ക് ഭഗവത്ഗീതയിലും ഉണ്ട്, മാമേക്കം യാദ് കറോ, മുझे എന്നെ മാത്രം ഓർക്കൂ. है भी गीता का युग, गीता संगम युग पर ही गाई हुई थी जबकि विनाश हुआ था. ഇപ്പം ആ ഭഗവത്ഗീതയുടെ യുഗമാണ് നടക്കുന്നത്. ഈ സംഗമയുഗത്തിലാണ് ഭഗവാൻ വന്ന് സത്യമായിട്ടുള്ള ഗീതാജ്ഞാനം പറഞ്ഞു തരുന്നത്. ഇപ്പം തന്നെയാണ് ആ മഹാഭാരത യുദ്ധം അല്ലെങ്കിൽ വിനാശം നടക്കാൻ പോകുന്നത്. ബാപ്നെ രാജयोग സിഖായ था, രാജായി സ്ഥാപൻ हुई थी फिर जरूर होगी. കഴിഞ്ഞ കൽപ്പവും ബാബ വന്ന് നമുക്ക് രാജയോഗം പഠിപ്പിച്ച് തന്നിട്ടുണ്ട്, സത്യകം സ്ഥാപന ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം റിപ്പീറ്റ് ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. यह सब रूहानी बाप समझाते हैं, चलो इस तन में आए हैं और कोई में भी आए, समझानी तो बाप की ही है ना, हम इनका तो नाम लेते नहीं. അപ്പം ബാബ പറയാണ്, അപ്പോൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം ദാറ്റ് ഇത് ഈ ജ്ഞാനം ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന ആത്മീയ അച്ഛനാണ്, പരംപിത പരമാത്മാവാണ്, നിരാകാരിയായിട്ടുള്ള ശിവബാബയാണ്. അപ്പോൾ ഈ സാധാരണ ശരീരത്തിൽ പ്രവേശിച്ചിട്ടാണ് പറഞ്ഞു തരുന്നത്, ബ്രഹ്മബാബയുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പം ചിലർക്ക് ആ ഒരു കാര്യത്തിലാണ് ആശയം കുഴപ്പം വരുന്നത്, എന്തുകൊണ്ടാണ് ഈ ശരീരത്തിൽ തന്നെ പ്രവേശിച്ച് പറഞ്ഞു തരുന്നത്. അങ്ങനെ ചിലർ വിചാരിക്കുന്ന ബ്രഹ്മബാബ ആണ് നമ്മളുടെ ഗുരു. അപ്പോൾ അവരോട് പറയാം, അല്ല ബ്രഹ്മബാബ അല്ല പറയുന്നത്, പക്ഷേ ശിവബാബ പറയുന്നതാണ് ഞങ്ങളെല്ലാവരും ഫോളോ ചെയ്യുന്നത്. हम तो सिर्फ बतलाते हैं, बाप कहते हैं मुझे याद करो तो तुम पावन बन और मेरे पास चले आएंगे. कितना सहज है. അപ്പം ബാബ പറയാണ് അവർക്ക് ആ സഹജമായിട്ടുള്ള മാർഗം പറഞ്ഞു കൊടുക്കണം. അച്ഛൻ പറയാണ്, ആത്മീയ അച്ഛൻ പറയാണ്, എന്നെ മാത്രം ഓർക്കൂ, ആത്മാവാണെന്ന് മനസ്സിലാക്കി എന്നെ മാത്രം ഓർക്കുകയാണെങ്കിൽ പാവനമായി എൻ്റെ അടുത്ത് തന്നെ വരും. सिर्फ मुझे याद करो और 84 के चक्र का ज्ञान बुद्धि में हो, जो धारणा करेगा वह चक्रवर्ती राजा बनेगा. അപ്പം ബാബയെ ഓർക്കൂ, പിന്നെ 84യുടെ ചക്രം ബുദ്ധിയിൽ കറക്കൂ. ആരാണ് ആ ചക്രം കറക്കുന്നത്? അവർ ചക്രവർത്തി മഹാരാജാവാവും. यह मैसेज तो सब धर्म वालों के लिए है, घर तो सबको जाना है, हम भी घर का ही रास्ता बताते हैं. അപ്പം ബാബ പറയാണ്, ബാബയുടെ ഈ സന്ദേശം എല്ലാ ധർമ്മത്തിലുള്ള ആത്മാക്കൾക്ക് വേണ്ടിയാണ്. ബിക്കോസ് എല്ലാവർക്കും വീട്ടിലോട്ട് പോകണം, ശാന്തിധാമിൽ തീർച്ചയായും എല്ലാവരും വരും. പാദ്രി ആദി കോയി ഭി ഹേ തോ ഉनको ബാപ് കാ സന്ദേശ് ദേ സക്തേ ഹോ. ഇപ്പം പള്ളിയിലുള്ള അച്ഛൻ ആണെങ്കിൽ പോലും അവർക്കും ഈ മെസ്സേജ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. തുമको खुशी का बहुत पारा चढ़ना चाहिए, परमपिता परमात्मा कहते हैं मामेकम याद करो तो तुम्हारे विकर्म विनाश होंगे. അപ്പം നമ്മളുടെ ഭാഗ്യത്തെ ഓർത്ത് നമ്മൾ അത്രമാത്രം സന്തോഷത്തിലിരിക്കണം. ബാബ പറയാണ്, അങ്ങനെ ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മളുടെ വികർമ്മം എല്ലാം വിനാശമാവും. സബ്കോ യഹി യാദ് കറോ, ബാബ് കാ पैगाम सुनाना ही नंबर 1 സർവീസ് ഹെ. അപ്പം ബാബ പറയാണ്, അപ്പോൾ ഈ മെസ്സേജ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കൂ, ആത്മാവാണെന്ന് മനസ്സിലാക്കി പരംപിത പരമാത്മാനെ ഓർക്കുകയാണെങ്കിൽ എല്ലാം വികർമ്മം വിനാശമാവും, പാപം എല്ലാം ഭസ്മാവും. അപ്പോൾ ഈ മെസ്സേജ് കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സർവീസ്. गीता का युग भी अब है, बाप आए हैं इसीलिए वही चित्र शुरू में रखना चाहिए. जो समझते हैं हम बाप का पैगाम दे सकते हैं तो तैयार रहना चाहिए. അപ്പം ബാബ പറയാണ്, ഇപ്പം തന്നെയാണ് ആ ഗീതയുടെ എപ്പിസോഡ് നടക്കുന്നത്, അല്ലെങ്കിൽ ഗീതയുടെ യുഗം നടക്കുന്നത്. അപ്പം എല്ലാം ചിത്രം നമ്മളുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ ആരാണ് മനസ്സിലാക്കുന്നത് ദാറ്റ് അവർക്ക് ജ്ഞാനം നന്നായിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, അവർ സദാ റെഡി ആയിരിക്കണം. എപ്പോഴാണ് സേവനത്തിൻ്റെ ചാൻസ് അല്ലെങ്കിൽ സേവനത്തിന് വേണ്ടി പറയുന്നത്,
അപ്പോൾ റെഡി ആയിട്ട് ചിത്രങ്ങളായിട്ട് അവിടെ പോകണം. दिल में आना चाहिए हम भी अंधों की लाठी बने, यह पैगाम तो कोई को भी दे सकते हैं. बीके का नाम सुनकर ही डरते हैं, बोलो हम सिर्फ बाप का पैगाम देते हैं. അപ്പോൾ സേവനം ചെയ്യാൻ വേണ്ടി അത്ര താല്പര്യം ഉണ്ടായിരിക്കണം. അന്ധന്മാർക്ക് വഴികാട്ടി കൊടുക്കാൻ, വഴി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അന്ധന്മാരുടെ ഗൈഡ് ആവാൻ വേണ്ടി ഉള്ള ആ താല്പര്യം എല്ലാവരും കാണിക്കണം. ബാബ പറയുന്ന ചിലരാണെങ്കിൽ ബ്രഹ്മകുമാരീസിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ BK അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ പേടിക്കും. പിന്നെ അവർ കേൾക്കത്തില്ല, എന്താണ് പറയാൻ പോകുന്നത് അങ്ങനെ കേൾക്കത്തില്ല. അപ്പോൾ അവരോട് പറയണം ഞങ്ങൾ ജസ്റ്റ് ഭഗവാന്റെ സന്ദേശമാണ് തരുന്നത്. പരംപിത പരമാത്മ कहते हैं मुझे याद करो बस. അപ്പോൾ അച്ഛൻ എന്താണ് പറയുന്നത്? പരംപിത പരമാത്മ പറയാണ് എന്നെ ഓർക്കൂ, അത്രമാത്രമാണ് ബാബ പറയുന്നത്. ഹം കിസി കി ഗ്ലാനി नहीं करते. അപ്പം ആ ഭഗവാൻ ആരെക്കുറിച്ച് അങ്ങനെ ഗ്ലാനി ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ആരുടെ ഗ്ലാനി, ആരെക്കുറിച്ച് അങ്ങനെ കുറ്റം പറയുന്നില്ല, അല്ലെങ്കിൽ തെറ്റ് അങ്ങനെ ആക്ഷേപിക്കുന്നില്ല. ബാബ് कहते हैं मामेकम याद करो, मैं ऊंचते ऊंच पतित पावन हूँ, मुझे याद करने से तुम्हारे विकर्म विनाश होंगे. यह नोट करो, यह बहुत काम की चीज़ है. हाथ पर व बाह पर अक्षर लिखाते हैं ना. അപ്പം ബാബ പറയാണ് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ജസ്റ്റ് അതിൻ്റെ ആത്മീയ അച്ഛൻ ഒരേ ഒരു കാര്യമാണ് പറയുന്നത്. സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ആ ആത്മീയ അച്ഛനെ ഓർക്കൂ. ആ ആത്മീയ അച്ഛൻ ഉയർന്നേക്കാട്ടി ഉയർന്നതാണ്, പതിത് പാവനാണ്. ആ ആത്മീയ അച്ഛൻ നമ്മൾ ഓർക്കുകയാണെങ്കിൽ നമ്മുടെ പാപം എല്ലാം ഭസ്മാവും. അപ്പം ബാബ പറയണ അവരുടെ ബുദ്ധിയിൽ ഈ അക്ഷരം എല്ലാം പതിപ്പിക്കണം. എങ്ങനെ ചിലരാണെങ്കിൽ പച്ച കുത്തറില്ലേ, ചിലർ ഓംൻ്റെ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ അങ്ങനെ പച്ച കുത്തറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ വാക്കുകൾ മാമേക്കം മീൻസ് മന്മനാഭാവ് അവരുടെ ബുദ്ധിയിൽ ആ വാക്കുകൾ പതിപ്പിക്കണം. എന്നിട്ട് ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർക്കണം. അങ്ങനെ ഓർക്കുകയാണെങ്കിൽ പാപം എല്ലാം ഭസ്മാവും. ഇतना सिर्फ बताए तो भी रहम दिल कल्याणकारी बने. അപ്പോൾ ജസ്റ്റ് ഇത്ര മാത്രം നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് അവരുടെ മംഗളം ചെയ്യാൻ സാധിക്കും, നമുക്ക് കല്യാണക്കാരി ആവാൻ സാധിക്കും, റഹം ദിൽ അല്ലെങ്കിൽ ദയാഹൃദയരാവാൻ സാധിക്കും. ചിലർക്ക് ജ്ഞാനം ഫുൾ ധാരണ ചെയ്യാൻ പറ്റും, ചക്രത്തിൻ്റെ രഹസ്യം ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റും. ചിലർക്കാണെങ്കിൽ അതെല്ലാം മനസ്സിലാക്കാൻ പറ്റത്തില്ല, അത്ര ഡീറ്റെയിൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പം ബാബ പറയാണ് അപ്പോൾ അവർക്ക് ജസ്റ്റ് ആത്മാവിൻ്റെ ജ്ഞാനം ആൻഡ് പരമാത്മാവിൻ്റെ പരിചയം പറഞ്ഞു കൊടുക്കണം. എങ്ങനെയാണ് ആ പരമാത്മാവായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത് അത് പറഞ്ഞു കൊടുക്കണം. अपने से प्रण करना चाहिए, സർവീസ് जरूर करनी है, फिर आदत पड़ जाएगी. അപ്പം ബാബ പറയാണ് അങ്ങനെ നമ്മൾ പ്രതിജ്ഞ ചെയ്യണം, ദാറ്റ് ഞങ്ങൾ തീർച്ചയായും സേവനം ചെയ്യും, ഞങ്ങൾ തീർച്ചയായും ബാബയുടെ മെസ്സേജ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. അപ്പം അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പതിയെ പതിയെ അത് ഹാബിറ്റാവും, അല്ലെങ്കിൽ ശീലമാവും, സംസ്കാരമാവും. പിന്നെ ജ്ഞാനം പറഞ്ഞു കൊടുക്കാൻ അത്ര ഹെസിറ്റേഷൻ വരത്തില്ല. यहाँ भी तुम समझा सकते हो, चित्र दे सकते हो, यह है पैगाम देने की चीज़, लाखों बन जाएंगे, घर घर में जाकर पैगाम देना है, पैसा कोई दे ना दे, बोलो बाप तो है ही गरीब निवास. അപ്പോൾ ബാബ പറയാണ് ഈ ചിത്രം വളരെ നല്ലതാണ്, ഈ ചിത്രത്തിൻ്റെ ആധാരത്തിലും ജ്ഞാനം സഹജമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ബാബ പറയാണ് ഓരോരോ വീട്ടിൽ പോയിട്ട് ബാബയുടെ മെസ്സേജ് പറഞ്ഞു കൊടുക്കണം. ചിലരാണെങ്കിൽ പൈസ തരും, ചിത്രം ലിറ്ററേച്ചറൊക്കെ കൊടുക്കുമ്പോൾ ചിലർ പൈസ തരും, ചിലർ തരത്തില്ല, കുഴപ്പമില്ല. അപ്പോൾ ബാബ ആണെങ്കിൽ ഗരീബ് നിവാസാണ്, പാവപ്പെട്ടവരുടെ പങ്കാളിയാണ്. അപ്പം ചിലർക്ക് പൈസ ഇല്ല, കൊടുക്കാൻ സാധിക്കത്തില്ല, സ്റ്റിൽ അവർക്ക് ഫ്രീ ആയിട്ട് നമുക്ക് കൊടുക്കാം. हमारा फ़र्ज़ है घर घर में पैगाम देना, यह बाप दादा इनसे यह वर्षा मिलता है, 84 जन्म यहाँ लेंगे, इनका यह अंतिम जन्म है, हम ब्राह्मण हैं सो देवता बनेंगे. ബാബ പറയാണ് നമ്മളുടെ കർത്തവ്യമാണ് എല്ലാവർക്കും ബാബയുടെ മെസ്സേജ് കൊടുക്കണം. യഹ ബാബ് ദാദ ഇൻസെ യഹ വർഷ മിൽത്ത ഹെ. അപ്പം ബാബ നമുക്ക് സ്വർഗത്തിൻ്റെ ആസ്തി തരുന്ന ഈ ബ്രഹ്മബാബയിൽ നിന്നാണ്. അപ്പോൾ ഒരുമിച്ച് നമ്മൾ ബാബ് ദാദ അങ്ങനെയാണ് വിളിക്കുന്നത്. ഈ ബ്രഹ്മബാബ ഫുൾ 84 ജന്മം എടുത്തിട്ടുണ്ട്. എനിക്ക് യഹ അന്തിം ജന്മ ഹെ, ബ്രഹ്മബാബയുടെ അവസാനത്തെ ജന്മത്തിലാണ് ശിവ് ബാബ ബ്രഹ്മബാബയുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. ഹം ബ്രാഹ്മൺ ഹെ സോ ഫിർ ദേവത ബനെങ്കെ. ഇപ്പം നമ്മൾ ഈ ബൃഹത്തായ ജ്ഞാനം ധാരണ ചെയ്ത് ബ്രാഹ്മണായിരിക്കുകയാണ്. നമ്മൾ പുരുഷാർത്ഥം ചെയ്യാണ് ദേവി ദേവത ആവാൻ വേണ്ടി. ഭാവിയിൽ സത്യയുഗത്തിൽ നമ്മൾ ദേവി ദേവത ആയിരിക്കും. ബ്രഹ്മ ഭി ബ്രാഹ്മൺ ഹെ, പ്രജാപിത ബ്രഹ്മ അക്കേല तो नहीं होगा ना.
അപ്പം ബാബ പറയാണ് ഈ ബ്രഹ്മബാബയും ബ്രാഹ്മണാണ്. ബ്രാഹ്മൺ പറയുമ്പോൾ ഈശ്വരി സ്റ്റുഡൻ്റാണ്. അപ്പം ബ്രഹ്മബാബയും ഇപ്പം പഠിക്കുകയല്ലേ. അപ്പം പ്രജാപിത ബ്രഹ്മ अकेला तो नहीं होगा ना, जरूर ब्राह्मण वंशावली भी होगी. ब्रह्मा सो विष्णु देवता, ब्राह्मण है चोटी, वही देवता क्षत्रिय वैश्य शूद्र बनते हैं. അപ്പം ബാബ പറഞ്ഞ അങ്ങനെ ബ്രഹ്മബാബ ഒറ്റയ്ക്കല്ലല്ലോ, ബ്രഹ്മബാബയുടെ കൂടെ എല്ലാവരും പുരുഷാർത്ഥം ചെയ്ത് എല്ലാവരും പിന്നെ സത്യുഗത്തിൽ വരുമല്ലോ. ബിക്കോസ് അവിടെ രാജ്യമല്ലേ, അവിടെ എല്ലാവരും വേണ്ടേ. ഇപ്പോൾ നമ്മൾ ബ്രാഹ്മണാണ്. ബാബ പറയാണ് ബ്രാഹ്മണരാണ് ഏറ്റവും പീക്കിലിരിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന അവസ്ഥയിലിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ദേവി ദേവതമാർ. അത് കഴിഞ്ഞിട്ട് ദേവി ദേവതാവും, അത് കഴിഞ്ഞിട്ട് ക്ഷത്രിയ വൈശ്യ ശൂദ്ര, അങ്ങനെ ഈ ചക്രം സദാ കറങ്ങിക്കൊണ്ടിരിക്കും. कोई ज़रूर निकलेंगे जो तुम्हारी बातों को समझेंगे. ബാബ പറയാൻ അങ്ങനെ നമ്മൾ സേവനം ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ അതിൽ ചിലരാണെങ്കിൽ ഈ എല്ലാ കാര്യങ്ങൾ വിസ്താരത്തിലും മനസ്സിലാക്കും. पुरुष भी सर्विस कर सकते हैं. सवेरे उठकर मनुष्य जब दुकान खोलते हैं तो कहते हैं सुबह का साई, तुम भी सवेरे सवेरे जाकर बाप का पैगाम सुनो. അപ്പം ബാബ പറയാണ് അമ്മമാർക്ക് മാത്രമല്ല ബ്രദേഴ്സിനും അല്ലെങ്കിൽ ഭായിമാർക്കും ഈ സേവനം ചെയ്യാൻ പറ്റും. അപ്പോൾ രാവിലത്തെ സമയമാണെങ്കിൽ ഓഫീസുണ്ട്, ജോലിക്കൊക്കെ പോകും. പക്ഷേ അതിരാവിലത്തെ സമയം ബാബ പറയണം, അതിരാവിലത്തെ സമയം നേരത്തെ വന്ന് എല്ലാവരും കടയൊക്കെ തുറക്കുമ്പോൾ ആ സമയത്തും എല്ലാവരും പൂജയൊക്കെ ചെയ്തിട്ടാണ് കടയിൽ കയറുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് നേരം ഭഗവാനെ ഓർത്തിട്ടാണ്, ഭക്തി ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവരുടെ ബിസിനസ് എല്ലാം തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് പോയി അവർക്ക് ബാബയുടെ മെസ്സേജ് പറഞ്ഞു കൊടുക്കണം. बोलो तुम्हारा धंधा बहुत अच्छा होगा, तुम साई को याद करो तो 21 जन्म का वर्षा मिलेगा. അപ്പോൾ അവരോട് പറയണം എന്നിട്ട് അങ്ങനെ ആ പരംപിത പരമാത്മാനെ ഓർക്കുകയാണെങ്കിൽ ബിസിനസ് നന്നായിട്ട് നടക്കും, എല്ലാ ഐശ്വര്യങ്ങൾ വരും. അപ്പോൾ ഒരു ജന്മത്തേക്ക് വേണ്ടി മാത്രമല്ല, പക്ഷേ 21 ജന്മത്തേക്ക് വേണ്ടിയുള്ള എല്ലാ ഐശ്വര്യങ്ങൾ കിട്ടും. अमृत वेले का टाइम अच्छा होता है. आजकल कारखानों में माताएं भी बैठ काम करती है. यहाँ बैच भी बनाना बहुत सहज है. അവർക്ക് പറഞ്ഞു കൊടുക്കണം ദാറ്റ് അമൃത് വേലയുടെ സമയം വളരെ നല്ലതാണ്. ആ സമയം പരമാത്മാനെ ഓർക്കുകയാണെങ്കിൽ വളരെ നേട്ടങ്ങളുണ്ടാവും. ബാബ പറയാണ് ഇപ്പോൾ അമ്മമാരും ജോലി ചെയ്യാറുണ്ട്, ഫാക്ടറിയിൽ കമ്പനിയിലൊക്കെ ജോലി ചെയ്യാറുണ്ട്. ഈ ബാച്ചുകളിലൊക്കെ പണിയാൻ വളരെ ഈസിയാണ്. ഈ ബാച്ചിൽ നിന്നും ഒത്തിരി സേവനം ചെയ്യാൻ പറ്റും. तुम बच्चों को रात दिन सर्विस में लग जाना चाहिए, नींद हराम कर देनी चाहिए. बाप का परिचय मिलने से मनुष्य धन के बन जाते हैं. അപ്പം ബാബ പറയാണ് അങ്ങനെ ഒത്തിരി സേവനം ചെയ്യാനുണ്ട്. നിങ്ങൾ കുട്ടികൾ രാത്രി പകൽ ഫുൾ ടൈം സേവനം ചെയ്യണം. സേവനത്തിന് വേണ്ടി നിദ്ര ത്യജിക്കേണ്ടി വരികയാണെങ്കിൽ അതും ചെയ്യണം. ഈ ബാബയുടെ പരിചയം തന്നെ, ബാബയുടെ പരിചയം മാത്രം നമ്മൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അപ്പോഴും അവർക്ക് ഒത്തിരി സുഖവും ശാന്തി കിട്ടും. तुम किसी को भी पैगाम दे सकते हो, तुम्हारा ज्ञान तो बहुत ऊंचा है. നമുക്ക് എല്ലാവർക്കും ഈ ജ്ഞാനം പറഞ്ഞു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ മെസ്സേജ് കൊടുക്കാൻ പറ്റും. ബാബ പറയാണ് ഇത് എല്ലാ മനുഷ്യർക്ക് വേണ്ടിയാണ്, ഒരു ധർമ്മത്തിന് വേണ്ടി അങ്ങനെയല്ല, എല്ലാവർക്കും വേണ്ടിയാണ്. तुम्हारा ज्ञान तो बहुत ऊंचा है, बोलो हम तो एक को याद करते हैं. क्राइस्ट की आत्मा भी उनका बच्चा था. അപ്പം ബാബ പറയാണ് നമ്മളുടെ ഈ ജ്ഞാനം വളരെ ഉയർന്നതാണ്. ഈ ജ്ഞാനം എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും, എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഏത് ധർമ്മമാണെങ്കിൽ പോലും അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ക്രിസ്ത്യൻ ധർമ്മമാണെങ്കിൽ ബാബ നേരത്തെ പറഞ്ഞു, പള്ളിയിൽ അച്ഛനാണെങ്കിൽ പോലും അവർക്കും പറഞ്ഞു കൊടുക്കണം. അവരും പറയാറില്ലേ ഗോഡ് ഫാദർ അല്ലെ ഫാദർ ആൻഡ് സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. അപ്പോൾ അവർക്കും പറഞ്ഞു കൊടുക്കണം ദറ്റ് ഞങ്ങൾ ആ ഗോഡ് ഫാദറിനെയാണ്, ആ പരംപിത പരമാത്മാനെയാണ് ഓർക്കുന്നത്. അപ്പം ക്രൈസ്റ്റും പറയാറുണ്ടായിരുന്നു ദറ്റ് ഞാൻ ആ അച്ഛൻ്റെ സന്താനമാണ്. आत्माएं तो सब उनके बच्चे हैं, वही गॉड फादर कहते हैं कि और कोई भी देहधारियों को याद मत करो. അപ്പം നമ്മളെല്ലാവരും, എല്ലാ മനുഷ്യാത്മാക്കൾ ആ ഗോഡ് ഫാദറുടെ അല്ലെങ്കിൽ ആ പരംപിത പരമാത്മയുടെ കുട്ടികളാണ്. അപ്പോൾ ആ ഗോഡ് ഫാദർ അല്ലെങ്കിൽ ആ പരംപിത പരമാത്മ പറയാണ് എന്നെ മാത്രം ഓർക്കൂ, വേറൊരു ദേഹധാരിനെ ഓർക്കാൻ പാടില്ല. ദേഹധാരിമാരെ ഓർക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നുകൂടി ബോഡി കോൺഷ്യസ് ആവും. തും അപ്നെ കോ ആത്മ സമജ് മാമേക്കം യാദ് കറു तो വികർമ്മ വിനാശ് ഹോ ജാएंगे. ബാപ്പയാണ് നമ്മൾ നമ്മളെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ മാത്രം ഓർക്കുകയാണെങ്കിൽ വികർമ്മ എല്ലാം ഭസ്മാവും. മേരെ പാസ് ആ ജാएंगे, പിന്നെ ബാബയുടെ അടുത്ത് വരാൻ നമുക്ക് പറ്റും, അല്ലെങ്കിൽ ശാന്തിധാമിൽ പോകാൻ നമുക്ക് പറ്റും. मनुष्य पुरुषार्थ करते हैं कि घर जाने के लिए, परंतु जाता कोई भी नहीं है. देखा जाता है बच्चे अभी भी बहुत ठंडे हैं, इतनी मेहनत पहुंची नहीं है.
ബാബ പറയാണ് എല്ലാ മനുഷ്യർ ഏത് ധർമ്മത്തിലാണെങ്കിൽ പോലും അവരെല്ലാവരും അവരുടെ രീതിയിലുള്ള പുരുഷാർത്ഥം ചെയ്യാറുണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടി. ചിലരതിന് മുക്തി, ചിലരതിന് മോക്ഷം, ചിലരതിന് ലിബറേഷൻ അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ആർക്കും ഇതുവരെ അങ്ങോട്ടേക്ക് പോകാൻ സാധിച്ചിട്ടില്ല. देखा जाता है बच्चे अभी बहुत ठंडे हैं, इतनी मेहनत पहुंचती नहीं है, बहाना करते हैं, इसमें बहुत सहन भी करना पड़ता है. പക്ഷേ ബാബ നോക്കാറുണ്ട് ദറ്റ് കുട്ടികളാണെങ്കിൽ അത്ര സേവനം ചെയ്യാറില്ല. ബിക്കോസ് ഇതിൽ പരിശ്രമം ഒത്തിരി ഉണ്ട് ആൻഡ് ചില സ്ഥലങ്ങളിൽ ഒത്തിരി സഹിക്കേണ്ടിയും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ചിലപ്പം കുട്ടികൾ ഒഴിവുകേട് പറയുന്നത്, ബാബ ഇതുണ്ട് അല്ലെങ്കിൽ ഈ ജോലിയുണ്ട് അങ്ങനെ പറയുന്നത്. ധർമ്മസ്ഥാപക് को कितना सहन करना पड़ता है. അപ്പം ബാബ പറഞ്ഞു തരികയാണ് ഓരോരോ ധർമ്മസ്ഥാപകന്മാർ വന്ന് അവരുടെ ധർമ്മം സ്ഥാപന ചെയ്യുമ്പോൾ അവർ എത്രമാത്രം സഹിച്ചിട്ടുണ്ട്. അവർക്ക് പക്ഷേ സ്വർഗമൊന്നും കിട്ടിയിട്ടില്ലല്ലോ, എന്നാലും ആ ധർമ്മം സ്ഥാപന ചെയ്യാൻ വേണ്ടി അവരും എത്രമാത്രം സഹിച്ചിട്ടുണ്ട്. ക്രൈസ്റ്റ് के लिए कहते हैं उनको क्रॉस पे चढ़ाया. അപ്പം അങ്ങനെ പറയാറുണ്ട്, ക്രൈസ്റ്റിനെ കുരിശിൽ കയറ്റി. അപ്പം അത്രമാത്രം അവർ സഹിച്ചിട്ടുണ്ട്. तुम्हारा काम है सबको संदेश देना, उसके लिए बाबा युक्ति बताते हैं. ബാബ പറയുന്നത് നമ്മളുടെ കർത്തവ്യം പറയുമ്പോൾ ജസ്റ്റ് ഈ സഹജമായിട്ടുള്ള സന്ദേശം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അതെങ്ങനെയാണ് സഹജമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കണ്ടേ, അതിനുവേണ്ടിയെല്ലാം യുക്തി ബാബ നമുക്ക് പറഞ്ഞു തരികയാണ്. कोई सर्विस नहीं करते हैं तो बाबा समझते हैं धारणा नहीं है. അപ്പം ബാബ പറയാണ് ചിലർ ഇപ്പം ഇത് പറഞ്ഞിട്ടും ബാബ മീൻസ് ചിലർ ഇപ്പം സേവനം ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ജ്ഞാനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ധാരണ ചെയ്തിട്ടില്ല. बाबा राय देते हैं कैसे पैगाम दो, ट्रेन में भी तुम यह पैगाम देते रहो, तुम जानते हो हम स्वर्ग में जाते हैं, कोई शांति धाम में भी जाएंगे ना, रास्ता तो तुम ही बता सकते हो. അപ്പം ബാബ പറയാൻ അങ്ങനെ ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ പോലും അവിടെയും നിറയെ പേരുണ്ട്, അവർക്കും നമുക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ബാബ പറയാം ഇപ്പം നിങ്ങൾക്ക് അറിയാം എല്ലാവർക്കും സത്യയുഗത്തിൽ വരാൻ പറ്റത്തില്ല അല്ലെങ്കിൽ സ്വർഗത്തിൽ വരാൻ പറ്റത്തില്ല, പക്ഷെ തീർച്ചയായും എല്ലാവർക്കും ശാന്തിധാമിൽ പോകണം, അത് എല്ലാ ആത്മാക്കളുടെ വീടാണ്. പക്ഷേ നിങ്ങൾ പറഞ്ഞു കൊടുക്കാണ്ട് അവർക്ക് വീട്ടിലോട്ടുള്ള വഴി മനസ്സിലാവത്തില്ല. നേരത്തെ ബാബ പറഞ്ഞു എല്ലാവരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീട്ടിലോട്ട് പോകാൻ വേണ്ടി അവരുടെ രീതിയിൽ, എല്ലാ ധർമ്മത്തിലുള്ള ആത്മാക്കൾ. പക്ഷെ അവർക്ക് വഴി അറിയത്തില്ല അല്ലെങ്കിൽ മാർഗം അറിയത്തില്ല. അപ്പോൾ ആ മാർഗം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. तुम ब्राह्मणों को ही जाना चाहिए है तो बहुत, ब्राह्मणों को कहाँ तो रखेंगे ना, ब्राह्मण देवता क्षत्रिय प्रजापिता ब्रह्मा की औलाद तो ज़रूर होंगे ना, आदि में है ही ब्राह्मण, तुम ब्राह्मण हो ऊँचേത്തെ ऊँच. അപ്പം ബാബ പറയുന്നത് നമ്മൾ ബ്രാഹ്മൺ ഇപ്പം അത്ര ഉയർന്ന സ്ഥിതിയിലാണ്, എല്ലാവരുടെ വഴി കാട്ടിയാണ്, ഇവൻ ദേവി ദേവതമാരെ കാട്ടി ഉയർന്ന സ്ഥിതിയാണ്. ബിക്കോസ് ഈ ജന്മത്തിലാണ് നമ്മൾ എല്ലാവരുടെ മംഗളം ചെയ്യുന്നത്, എല്ലാവർക്കും വഴി പറഞ്ഞു കൊടുക്കുന്നത്, എല്ലാവർക്കും ബാബയുടെ മെസ്സേജ് പറഞ്ഞു കൊടുക്കുന്നത്. वह ब्राह्मण है कुकवंशावली, ब्राह्मण तो ज़रूर चाहिए, नहीं तो प्रजापिता ब्रह्मा के बच्चे ब्राह्मण कहाँ गए, ब्राह्मणों को तुम बैठ समझाओ. അപ്പം ബാബ പറയുന്നത് ഇവൻ ലോകത്തിൽ പോലും ലൗകിക് ബ്രാഹ്മൺസിന് ഒത്തിരി വാല്യൂ ഉണ്ട്, എല്ലാം പൂജാ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അവരെ വിളിക്കാറുണ്ട്, അവർക്ക് ഒത്തിരി റെസ്പെക്റ്റ് കൊടുക്കാറുണ്ട്. അപ്പം ബാബ പറയുന്നത് അവരാണെങ്കിൽ മുഖവംശാവലി അല്ല, അവർ കുക്കുവംശാവലി ബ്രാഹ്മണനാണ്, പക്ഷേ നമ്മളാണെങ്കിൽ സത്യസന്ധമായിട്ടുള്ള ബ്രാഹ്മണരാണ്. ब्राह्मणों को तुम बैठ समझाओ तो वह झट समझ जाएंगे, बोलो तुम भी ब्राह्मण हो, हम भी अपने को ब्राह्मण कहलाते. അപ്പം അവർക്കും പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ ബ്രാഹ്മണാണ് വിളിക്കുന്നത്, ഞങ്ങളും ബ്രാഹ്മണാണ്. अब बताओ तुम्हारा धर्म स्थापन करने वाला कौन है, ब्रह्मा के सिवाय कोई का नाम लेंगे ही नहीं. അപ്പോൾ അവരോട് ചോദിക്കണം, നിങ്ങളെ ബ്രാഹ്മണല്ലേ വിളിക്കുന്നത്, പക്ഷെ നിങ്ങളുടെ ഈ ബ്രാഹ്മൺ ധർമ്മം ആരാണ് സ്ഥാപന ചെയ്തേ. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അവർക്കൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ മനസ്സിൽ വരുന്ന പേര് ബ്രഹ്മാവായിരിക്കും, ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയാണ്, ബ്രഹ്മാവാണ്, അപ്പോൾ ആ പേര് വരത്തുള്ളൂ. ബിക്കോസ് ബ്രാഹ്മൺ എന്ന പേര് തന്നെ ബ്രഹ്മാവാക്കുണ്ട്. തും ട്രയൽ കർക്കെ ദേഖോ, അപ്പം ബാപ്പരാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ അവരെന്താണ് പറയുന്നത്. ബിക്കോസ് ബ്രാഹ്മണരാണെങ്കിൽ ഒത്തിരി വേദശാസ്ത്രമൊക്കെ വായിച്ചിട്ടുണ്ട്, അവരെ ഒത്തിരി ജ്ഞാനിയെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അവരോട് ആദ്യം ഇത് തന്നെ ചോദിക്കണം, ദറ്റ് ഈ ബ്രാഹ്മണധർമ്മം ആരാണ് സ്ഥാപന ചെയ്തേ. അപ്പോൾ അവരെന്ത് ഉത്തരമാണ് പറയുന്നത് അത് നോക്കാം. ब्राह्मणों में भी बहुत बड़े बड़े कुल होते हैं, पुजारी ब्राह्मण तो ढेर है ना, अजमेर में ढेर बच्चे जाते हैं, कभी कोई ने समाचार नहीं दिया कि हम ब्राह्मणों से मिले,
उनसे पूछा तुम्हारा धर्म स्थापन करने वाला कौन है. അപ്പം ബാബ പറയണ അങ്ങനെ ഒത്തിരി ബ്രാഹ്മണർ പൂജാരിമാരുമാണ്. ദേവീദേവതാമാരുടെ അമ്പലത്തിൽ അവരുടെ പൂജയും ചെയ്യാറുണ്ട്. അപ്പം ബാബ പറഞ്ഞ അവരുടെയും സേവനം ചെയ്യണം. അജ്മീറിൽ കുറേ കുട്ടികൾ പോവാറുണ്ട്. പക്ഷേ ആരും ഇതുവരേക്ക് ബാബയ്ക്ക് മെസ്സേജ് തന്നിട്ടില്ല ദാറ്റ് ബാബ ഞങ്ങൾ അവിടെ പോയിട്ട് പൂജാരിമാരുടെ അല്ലെങ്കിൽ ബ്രാഹ്മണരുടെ സേവനം ചെയ്തു, അവർക്ക് ജ്ഞാനം പറഞ്ഞു കൊടുത്തു. അപ്പം ആരും ഇതുവരേക്ക് അങ്ങനെ പറഞ്ഞിട്ടില്ല. तुम्हारा धर्म स्थापन करने वाला कौन? ब्राह्मण धर्म किसने स्थापन किया? तुमको तो मालूम है सच्चे ब्राह्मण कौन है? അവരോട് ചോദിക്കണം നിങ്ങളുടെ ധർമ്മ അല്ലെങ്കിൽ ഈ ബ്രാഹ്മണ ധർമ്മം ആരാണ് സ്ഥാപന ചെയ്തത്, എങ്ങനെയാണ് സ്ഥാപന ചെയ്തത് നമുക്കറിയാം, ബിക്കോസ് നമ്മൾ സത്യമായിട്ടുള്ള ബ്രാഹ്മണരാണ്. तुम बहुतों का कल्याण कर सकते हो, यात्राओं पर भक्त भी जाते हैं. यह चित्र तो बहुत अच्छा है लक्ष्मी नारायण का. तुमको मालूम है जगदम्बा कौन है, लक्ष्मी कौन है? ബാബ പറയാം അങ്ങനെ നമുക്ക് കുറേ പേരുടെ നിറയെ പേരുടെ മംഗളം ചെയ്യാൻ സാധിക്കും. യാത്ര ചെയ്യുമ്പോഴും അവിടെയും ട്രെയിനിൽ ഒത്തിരി ഭക്തന്മാരുണ്ടായിരിക്കും, അല്ലെങ്കിൽ തീർത്ഥയാത്രയിൽ പോകുമ്പോഴും ആ സമയത്തും എല്ലാവരുടെ സേവനം ചെയ്യാൻ പറ്റും. ഈ ചിത്രങ്ങളൊക്കെ വളരെ നല്ലതാണ്. ലക്ഷ്മി നാരായണൻ്റെ ചിത്രമുണ്ട്. അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം ശ്രീലക്ഷ്മി ആരാണ്, ജഗദംബ ആരാണ്. ऐसे ऐसे तुम नौकरों भीलनियों आदि को भी समझा सकते हो. അപ്പം ബാബ പറഞ്ഞു, നേരത്തെ ബാബ പറഞ്ഞു എല്ലാ ധർമ്മത്തിലുള്ള ആത്മാക്കളുടെ സേവനം ചെയ്യണം, പള്ളിയിലുള്ള അച്ഛന്മാരുടെയും സേവനം ചെയ്യണം, പിന്നെ പൂജാരിമാരുടെ ബ്രാഹ്മണരുടെയും സേവനം ചെയ്യണം. ബ്രാഹ്മണർ പറയുമ്പോൾ ലൗകിക് ബ്രാഹ്മൺ, അവരുടെയും സേവനം ചെയ്യണം. പിന്നെ ഇപ്പം ബാബ പറയാണ് ഇപ്പം വീട്ടിൽ ഇത് സെർവൻസ് അല്ലെങ്കിൽ വില ചെയ്യുന്ന അവരുടെയും സേവനം ചെയ്യണം. ऐसे ऐसे तुम नौकरों भीलनियों आदि को भी समझा सकते हो. അപ്പം വീട്ടുവേല ചെയ്യുന്ന അവരുടെയും സേവനം ചെയ്യണം. ഭീലിനെ പറയുമ്പോൾ ഭീൽ ജാതി പറയുമ്പോൾ ആദിവാസികൾ, അവരുടെയും സേവനം ചെയ്യണം. തുമ്ഹാരെ ബിഗർ തോ കോയി ഹൈ നെഹി ജോ ഉनको സുനായ്. അപ്പം ബാബ പറയുന്നത് നിങ്ങൾ അവർക്ക് മാർഗം പറഞ്ഞു തന്നില്ലെങ്കിൽ പിന്നെ വേറെ ആരും പറഞ്ഞു കൊടുക്കും. ബ്രാഹ്മണർ തന്നെ വേണ്ടേ അവർക്ക് ഈ മെസ്സേജ് കൊടുക്കാൻ. ബഹുത് റഹംദിൽ ബന്ന ഹെ, അങ്ങനെ വളരെ ദയാഹൃദയരായിരിക്കണം. അങ്ങനെ ദയാഹൃദയരായിട്ട് എല്ലാ വർഗത്തിലുള്ള മനുഷ്യാത്മാക്കളുടെ സേവനം ചെയ്യണം. എല്ലാ ധർമ്മത്തിലുള്ള മനുഷ്യാത്മാക്കളുടെ സേവനം ചെയ്യണം, എല്ലാ കാസ്റ്റിലുള്ള മനുഷ്യാത്മാക്കളുടെ സേവനം ചെയ്യണം, എല്ലാ സോഷ്യൽ ക്ലാസ്സിലുള്ള മനുഷ്യാത്മാക്കളുടെ സേവനം ചെയ്യണം, എല്ലാം പ്രൊഫഷനിലുള്ള മനുഷ്യാത്മാക്കളുടെ സേവനം ചെയ്യണം. बोले तुम भी पावन बन पावन दुनिया में जा सकते हो, अपने को आत्मा समझो, शिव बाबा को याद करो. ബാബ പറയണം അവർക്ക് പറഞ്ഞു കൊടുക്കണം. അവർക്ക് ചിലപ്പോൾ അധികമൊന്നും മനസ്സിലാവത്തില്ല, ആദിവാസികളൊക്കെ ആണെങ്കിൽ അവർക്ക് അധികം മനസ്സിലാവത്തില്ല, അധികം പഠിപ്പൊന്നുമില്ല. അപ്പം ജസ്റ്റ് സിംപിളി പറഞ്ഞാൽ മതി, സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ആ പരംപിത പരമാത്മാനെ ഓർക്കൂ. അങ്ങനെ ഓർക്കുകയാണെങ്കിൽ പാവനമായിട്ട് പാവന ലോകത്തിൽ പോകാൻ സാധിക്കും. शौक बहुत होना चाहिए किसी को भी रास्ता बताने का. जो खुद याद करते होंगे वही दूसरों को याद कराने का पुरुषार्थ करेंगे. അങ്ങനെ ഒത്തിരി താല്പര്യം ഉണ്ടായിരിക്കണം. എന്നിട്ട് എല്ലാവർക്കും ഞാൻ വഴി കാട്ടിക്കൊടുക്കും. ആരാണോ സദാ ബാബനെ ഓർക്കുന്നത് അല്ലെങ്കിൽ ഓർക്കാൻ വേണ്ടിയുള്ള പുരുഷാർത്ഥം ചെയ്യുന്നത് അവർ തീർച്ചയായും മറ്റുള്ളവരെയും ബാബയെ ഓർക്കാൻ വേണ്ടിയുള്ള പുരുഷാർത്ഥം ചെയ്യിപ്പിക്കും. തോടെ യാദ് കർണേ സേ ഭി പ്രജാ മേ ആ ജായെങ്കി വഹാ ഭി അച്ഛാ ഹൈ. ഇപ്പം നമ്മൾ അവരുടെ സേവനം ചെയ്യുമ്പോൾ അവർക്ക് ജ്ഞാനം പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് അധികമൊന്നും ധാരണ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ കുറച്ചെങ്കിലും ധാരണ ചെയ്യുകയാണെങ്കിൽ, കുറച്ചെങ്കിലും ബാബയെ ഓർക്കുകയാണെങ്കിൽ ബാബ പറയണ അവർക്ക് പ്രജയായിട്ട് പോലും അറ്റ്ലീസ്റ്റ് സ്വർഗത്തിൽ വരാൻ പറ്റും. അതും നല്ലതാണ്. യാ ധർമ്മ തോ ബഹുത് സുഖ് ദേനെ വാല. അപ്പോൾ ഈ ദേവി ദേവതാ ധർമ്മം ഒത്തിരി സുഖം തരുന്ന ധർമ്മമാണ്. ബിക്കോസ് ദേവി ദേവതാ ധർമ്മം ഉള്ള സമയത്ത് അല്ലെങ്കിൽ സത്യത്തിലാണെങ്കിൽ പ്രജകൾക്ക് പോലും വളരെ സുഖമാണ്, ഒരു കാര്യത്തിൻ്റെ കുറവില്ല. दिन प्रतिदिन तुम्हारा आवाज़ जोर से निकलेगा. सबको यही पैगाम देते रहो, अपने को आत्मा समझ बाप को याद करो. അപ്പം ബാബ പറയാണ് ഇപ്പം ചിലപ്പം ചിലർ കേൾക്കത്തില്ലായിരിക്കും, നമ്മൾ ജ്ഞാനം പറയുമ്പോൾ ശ്രദ്ധിക്കത്തില്ലായിരിക്കും. പക്ഷേ ദിനം പ്രതിദിനം സമയം പോകുന്നതനുസരിച്ച് എല്ലാവർക്കും മനസ്സിലാവാൻ തുടങ്ങും. പിന്നെ നമ്മളുടെ വോയിസ് കുറച്ചുകൂടി ശക്തമാവും, പിന്നെ എല്ലാവരും ശ്രദ്ധിക്കും, എല്ലാവരും കേൾക്കും. सबको यही पैगाम देते रहो, अपने को आत्मा समझ बाप को याद करो. അതുകൊണ്ട് നമ്മൾ ഈ സേവനം തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം ദാറ്റ് സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി പരംപിത പരമാത്മാനെ ഓർക്കൂ.
तुम मीठे मीठे बच्चे पद्मा पदम भाग्यशाली हो, जबकि महिमा सुनते हो तो समझते हो, फिर भी कोई बात की फिक्राद आदि क्यों रखनी चाहिए. ബാബ പറയാണ് നിങ്ങൾ മധുരമായിട്ടുള്ള സന്താനങ്ങൾ ഏറ്റവും ഭാഗ്യശാലിയായിട്ടുള്ള കുട്ടികളാണ്, അല്ലെങ്കിൽ പദ്മാപദം ഭാഗ്യശാലിയായിട്ടുള്ള കുട്ടികളാണ്. അപ്പം ബാബ ഇങ്ങനെ നമ്മുടെ മഹിമ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുമ്പോൾ ആ സമയത്ത് നമ്മൾ സന്തോഷിക്കും. പക്ഷെ പിന്നെ ബാക്കിയെല്ലാം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും കാര്യത്തിൻ്റെ ടെൻഷനോ ചിന്ത അങ്ങനെ നമ്മുടെ മനസ്സിൽ വരും. അങ്ങനെ വരാൻ പാടില്ല. യാ ഹെ ഗുപ്ത ജ്ഞാൻ ഗുപ്ത ഖുഷി. അപ്പം ബാബ പറഞ്ഞ ഈ ജ്ഞാനം ഗുപ്തമാണ്. അപ്പം ആ ഗുപ്തജ്ഞാനം സദാ മനനം ചെയ്ത് സദാ സന്തോഷത്തിൻ്റെ അവസ്ഥയിലിരിക്കണം, ഗുപ്തമായിട്ടുള്ള സന്തോഷത്തിലിരിക്കണം. തും ഹോ ഇൻകോഗ്നിറ്റോ വോറിയേഴ്സ്, തുംകോ അൺനോൺ വോറിയേഴ്സ് കഹെങ്കി ഓർ കോയി അൺനോൺ വോറിയേഴ്സ് ഹോ नहीं सकता. ബാബ പറയാണ് നമ്മൾ ഇൻകോഗ്നിറ്റോ വോറിയേഴ്സ് ആണ്, അല്ലെങ്കിൽ ഗുപ്തമായിട്ടുള്ള യോദ്ധാക്കളാണ്. ബിക്കോസ് നമ്മളുടെ ഈ യുദ്ധം ഗുപ്തമാണ്, കാണാൻ പറ്റത്തില്ല. നമ്മൾ മായായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്, അല്ലെങ്കിൽ വികാരങ്ങളായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. तुम्हारा दिलवाड़ा मंदिर पूरा यादगार है, दिल लेने वाले का परिवार है ना. അപ്പം ബാബ പറയുന്നത് നമ്മളുടെ ഓർമ്മചിഹ്നം ദിൽവാഡ ക്ഷേത്രമാണ്. ബിക്കോസ് ദിൽവാഡ ക്ഷേത്രത്തിൽ മാത്രമാണ് തപസ്യ ചെയ്യുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പം ബാബ പറയാണ് അത് ആക്ച്വലി ബ്രാഹ്മണ സ്വരൂപത്തിൻ്റെ ഓർമ്മചിഹ്നമാണ്. ഞാൻ എന്തുകൊണ്ടാണ് ദിൽവാഡ ക്ഷേത്രം എന്ന് വിളിക്കുന്നത്? ബിക്കോസ് ദിൽ ലേനെ വാല ബാബ, ഹൃദയം കവർന്നെടുക്കുന്ന ബാബയുടെ ഈശ്വരി പരിവാരത്തിൻ്റെ ഓർമ്മചിഹ്നമാണ്. മഹാവീർ മഹാവീർണി ഓർ ഉൻകി ഓലാദ് യഹ പൂരാ പൂരാ തീർത്ഥ ഹെ. അപ്പം ബാബ പറയാണ് അവിടെ ദിൽവാഡ ക്ഷേത്രത്തിലാണെങ്കിൽ മീൻസ് അവിടെ മഹാവീർ അങ്ങനെ പറഞ്ഞിട്ടാണ് പൂജിക്കുന്നത്. അപ്പം ബാബ പറഞ്ഞ അത് ഇപ്പം ബ്രാഹ്മണ അവസ്ഥയിൽ പുരുഷാർത്ഥം ചെയ്യുന്ന മഹാവീർ മഹാവീർണിമാരുടെ ക്ഷേത്രമാണ്, തീർത്ഥസ്ഥാനമാണ്. കാശി സെ ഭി ഊച്ചി ജഗ ഹുയിന. അപ്പം ബാബ പറയുന്ന ആ തീർത്ഥസ്ഥാനം കാശിക്കാട്ടി ഉയർന്ന തീർത്ഥസ്ഥാനമാണ്. ബാക്കി എല്ലാ അമ്പലങ്ങളിൽ ദേവി ദേവതമാരുടെ സ്വരൂപത്തിൻ്റെ പൂജയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ അമ്പലത്തിൽ മാത്രമാണ് തപസ്വി സ്വരൂപത്തിൻ്റെ ഓർമ്മചിഹ്നമായിട്ട് അങ്ങനെ കാണിച്ചിരിക്കുന്നത്. അച്ഛാ മീഠേ മീഠേ सिक्की लदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. बाबा धारणയിൽ പറയാണ് घर घर में जाकर बाप का पैगाम देना है. അപ്പോൾ ഓരോരോ വീട്ടിൽ പോയി ബാബയുടെ മെസ്സേജ് നമ്മൾ കൊടുക്കണം. സർവീസ് करने का प्रण करो, सर्विस के लिए कोई भी बहाना मत दो. സേവനം ചെയ്യാൻ വേണ്ടിയുള്ള പ്രതിജ്ഞ നമ്മൾ ചെയ്യണം. സേവനം ചെയ്യേണ്ട കാര്യത്തിൽ നമ്മൾ ഒഴിവുകേട് പറയാൻ പാടില്ല. കിസി ഭി ബാത് കി ഫിക്രാത്ത് നഹി കർണി ഹെ. സെക്കൻഡ് പോയിന്റിൽ ബാബ പറയാണ് ഒരു കാര്യത്തിനെ കുറിച്ച് ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കാൻ പാടില്ല. ഗുപ്തമായിട്ടുള്ള സന്തോഷത്തിലിരിക്കണം, ജ്ഞാനത്തെ സ്മരിച്ച് ഗുപ്തമായിട്ടുള്ള സന്തോഷത്തിലിരിക്കണം. കിസി ഭി ദേഹധാരി കോ യാദ് നഹി കർണ ഹെ, ഏക് ബാബ് കി യാദ് മേ രഹന ഹെ. അപ്പോൾ ഒരു ദേഹധാരിയെ ഓർക്കാൻ പാടില്ല, ഒരേ ഒരു ബാബയുടെ ഓർമ്മയിൽ സദാ ഇരിക്കണം. പിന്നെ ബാബ വരദാനത്തിൽ പറയാണ് പരിസ്ഥിതിയോ കോ ഗുഡ് ലക്ക് സമജ് अपने निश्चय के फाउंडेशन को मजबूत बनाने वाले अचल अडोल भव. അങ്ങനെ പരീക്ഷണങ്ങളെ നമ്മൾ ഭാഗ്യമെന്ന് മനസ്സിലാക്കി നിശ്ചയത്തിൻ്റെ ഫൗണ്ടേഷന് സ്ട്രോങ് ആക്കുന്ന അച്ചൽ അഡോളായി ഭവിക്കൂ, അല്ലെങ്കിൽ ആടാത്തതും ഉലയാത്തതുമായി ഭവിക്കൂ. कोई भी परिस्थिति आए तो आप हाई जंप दे दो क्योंकि परिस्थिति आना भी गुड लक है. അങ്ങനെ പരീക്ഷകൾ വരുമ്പോൾ അതിനെയും നമ്മൾ ഭാഗ്യമെന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടെന്നാൽ അതിനെ നമ്മൾ ഹൈ ജംപ് ചെയ്യണം. ബാബ പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ബിക്കോസ് അതും ഭാഗ്യമാണ്. യാ നിശ്ചയക്ക് ഫൗണ്ടേഷൻ കോ മസ്ബൂത്ത് കർണേ കാ സാധൻ ഹെ. അപ്പോൾ ഈ പരീക്ഷണങ്ങൾ നമ്മുടെ നിശ്ചയത്തിൻ്റെ ഫൗണ്ടേഷനെ ഒന്നുകൂടി സ്ട്രോങ് ആക്കും. जब एक बारी अंगद के समान मजबूत हो जाएंगे तो यह पेपर भी नमस्कार करेंगे. നമ്മൾ ജസ്റ്റ് ഒരു പ്രാവശ്യം അംഗദനെ പോലെ ഉറച്ചതായി നിൽക്കുകയാണെങ്കിൽ പിന്നെ ഈ പരീക്ഷണങ്ങൾ നമ്മളുടെ മുമ്പിൽ നമസ്കരിക്കും. പഹലെ വിക്രാൽ രൂപ് മേ ആയെങ്കിൽ और फिर ദാസി ബൻ ജായെങ്കിൽ. ആദ്യം വികരാൽ സ്വരൂപത്തിലായിരിക്കും വരുന്നത്, പേടിപ്പിക്കുന്ന സ്വരൂപത്തിലായിരിക്കും വരുന്നത്. പക്ഷെ ബാബ പറയുന്ന ആ സമയത്ത് നമ്മൾ ഉറച്ചു നിൽക്കുമ്പോൾ പിന്നെ അത് ദാസിയായിരിക്കുള്ളൂ. ചാലഞ്ച് കറു ഹം മഹാവീർ ഹേ. അപ്പം ബാബ പറയാണ് അങ്ങനെ പരീക്ഷണങ്ങൾ കാണുമ്പോൾ
പേടിക്കാൻ പാടില്ല, ചലഞ്ച് ചെയ്യണം. ഞങ്ങൾ മഹാവീരന്മാരാണ്. जैसे पानी के ऊपर लकीर ठहर नहीं सकती, ऐसे मुझ मास्टर सागर के ऊपर कोई परिस्थिति वार नहीं कर सकती. എങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ നമുക്ക് രേഖ വരയ്ക്കാൻ പറ്റത്തില്ല. രേഖ വരയ്ക്കുകയാണെങ്കിൽ പോലും അതിന് നിൽക്കാൻ പറ്റത്തില്ല. അപ്പം തന്നെ ഒറ്റ സെക്കൻഡ് തന്നെ അത് മായും. അതുപോലെ തന്നെ മാസ്റ്റർ സാഗരനായ എൻ്റെ മുകളിൽ ഒരു പരീക്ഷണങ്ങൾക്ക് അല്ലെങ്കിൽ മായയ്ക്ക് ആക്രമിക്കാൻ പറ്റത്തില്ല. സ്വസ്ഥിതി में रहने से अचल अडोल बन जाएंगे. സ്വസ്ഥിതിയിലിരിക്കുകയാണെങ്കിൽ അച്ചൽ അഡോൾ ആവാൻ നമുക്ക് സാധിക്കും. പിന്നെ ബാബ സ്ലോഗനിൽ പറയാണ്, നോളജ്ഫുൾ വഹാ ഹൈ ജിസ്ക ഹർ കർമ്മ ശ്രേഷ്ഠ ഓർ സഫൽ ഹോ. ആരുടെ ഓരോരോ കർമ്മം ശ്രേഷ്ഠവും സഫലമാണ് അവരാണ് ശരിക്ക് നോളജ്ഫുൾ. നോളജ്ഫുൾ ആണെങ്കിൽ ചെയ്യുന്ന ഓരോ കർമ്മം ശ്രേഷ്ഠമായിരിക്കും, ആൻഡ് അതിൽ സിദ്ധി ഉണ്ടാവും അല്ലെങ്കിൽ സഫലത കിട്ടും. ഓം ശാന്തി.